Hello guys, welcome back to Mellow Diaries. ആരും എന്നെ മറന്നിട്ടില്ലല്ലോ. ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് അപ്ലോഡ് ആക്കുമോ എന്നുള്ള കാര്യമാണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ കലണ്ടറിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് പറഞ്ഞിട്ട് കാലം കുറേ ആയി. പക്ഷേ ഇന്നാണ് അതിനുള്ള സമയം ഒത്തു വന്നത്. മെയിനായിട്ടുള്ള റീസൺ ഞാൻ ഇത് ഉണ്ടാക്കി കുറേ കാലം കഴിഞ്ഞു. സോ അതിൻ്റെ വീഡിയോ ക്ലിപ്സ് ഒക്കെ തപ്പി കണ്ടുപിടിക്കണമായിരുന്നു. പിന്നെ വെക്കേഷൻ്റെ മടിയും. പിന്നെ നിങ്ങൾ എൻ്റെ ഡെസ്ക് കണ്ടാൽ തന്നെ അറിയാം, കൂടുതലായിട്ട് ഞാൻ ഹാൻഡ്മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ പ്രതീക്ഷിക്കാം. അതിൻ്റെ തുടക്കമായിട്ട് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ ഒരു വീഡിയോ കുറച്ചധികം കാലപ്പഴക്കമുള്ളതാണ്. മേക്കിംഗ് വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ ചെറുതായിട്ടൊരു കഥ പറഞ്ഞുതരാം. വേണ്ടവർക്ക് കേൾക്കാം, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കഴിഞ്ഞ ഓണം വെക്കേഷൻ 2025 ഓണത്തിൻ്റെ ഒരു ലീവിൻ്റെ സമയത്തായിരുന്നു. സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു സോയിൽ ക്ലേ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കലണ്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരാഴ്ച കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ സോയിൽ ക്ലേ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ഏകദേശം 2-3 ദിവസം കൊണ്ട് ഞാനൊരു കലണ്ടർ സെറ്റാക്കി കഴിഞ്ഞു. പക്ഷേ ആ ഒരു കലണ്ടർ ഞാൻ പെയിൻറ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതങ്ങനെ എടുത്തു വയ്ക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ജനുവരി 2026 ബിഗിനിങ്ങിലാണ് പെയിൻറ് അടിച്ച് കലണ്ടറായി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള റീസണും. പിന്നെ ഇത് സോയിലേ കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് താഴെ വീണാൽ തന്നെ പൊട്ടിപ്പോവും. നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ശ്രദ്ധിച്ചാൽ കാണാം എൻ്റെ ബാക്കിൽ ഒരു കപ്പ് ഉള്ളത്. ഒരു കപ്പും സോസറും ഞാൻ ക്ലേ വെച്ച് മിനിയേച്ചർ വെർഷൻ ഉണ്ടാക്കിയതാണ്. സംഭവം ഇപ്പം എൻ്റെ കയ്യിലില്ല, അത് താഴെ വീണ് പൊട്ടിപ്പോയി. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എപ്പോഴും കാണുന്നവർക്കറിയാം, ഈ ഒരു കഴിഞ്ഞ ഓണം വെക്കേഷൻ്റെ സമയത്ത് എല്ലാവരും ഈ സോയിൽ ക്ലേ ഉണ്ടാക്കിയിട്ട് അതിൽ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയമായിരുന്നു. അപ്പോഴായിരുന്നു ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പം ഞാനിത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൂടുതലായിട്ട് സ്റ്റഡി വ്ളോഗ്സിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കസിൻസ്, ചെറിയ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ സാഹചര്യം ഒത്തു വന്നത്. പിന്നെ അന്ന് ഞാൻ ഈ ഒരു ക്ലേ എടുത്തു വെച്ചതാണ്. പിന്നെ അതിന് ശേഷം ഈ ഒരു April 1 ആയിരുന്നു ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളി കല്ല് പോലെ കട്ട പിടിച്ച് കിടക്കുകയാണ്. ഞാനിപ്പോൾ അതിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് സെറ്റാക്കി കഴിഞ്ഞാൽ കൂടുതലായിട്ട് ക്ലേ വീഡിയോ അപ്ലോഡ് ആക്കാം. പിന്നെ നോർമലായിട്ട് ഈ ഒരു ക്ലേ ഞാൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഫുള്ളായിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം മറ്റൊരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള വല്ല ബോക്സിലോ കണ്ടെയ്നറിലോ എടുത്ത് വെക്കുകയാണ് പതിവ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസമൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുമായിരിക്കും. പക്ഷേ ഇതിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞുകൊണ്ട് എൻ്റെ ഇപ്പോൾ കട്ട പിടിക്കാനുള്ള റീസൺ. ഓക്കെ, കഥ കഴിഞ്ഞു. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്ലേന്ന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ക്ലേ എടുക്കുക. ടോട്ടലായിട്ടുള്ള കലണ്ടറിന് ആവശ്യമുള്ളത് ഞാൻ ഏകദേശം ഇപ്പം എൻ്റെ ഒരു കൈൻ്റെ ഒരു അളവ് എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു കുക്കറി ഷോ ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം ഒരു പോർഷൻ നമുക്ക് മാറ്റി വെക്കാം. അത് നമ്മുടെ ക്യൂബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ ബോൾസ് ആക്കിയിട്ട് ശരിക്കും നമ്മൾ ചപ്പാത്തി മാവ് പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. ഞാൻ ഇവിടെ ഒരു പെന്നാണ് യൂസ് ചെയ്യുന്നത് പരത്താനായിട്ട്. പിന്നെ അതിന്ന് നമ്മൾ ഏകദേശം ഒരു 8 or 9 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന 3 റെക്റ്റാങ്കിൾസ് കട്ട് ചെയ്തെടുക്കണം. 3ഉം ഈക്വൽ ആയിരിക്കണം. ഈക്വൽ എമൗണ്ട് ഓഫ് ക്ലേ യൂസ് ചെയ്തിട്ട് ഈക്വൽ തിക്നെസ്സിലായിരിക്കണം. എനിക്ക് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഒരു സൈഡ് 9ഉം മറ്റേ സൈഡ് 2 or 3 സെൻറ്റിമീറ്റർ വരുന്ന റെക്റ്റാങ്കിൾസ് ആണ്. പിന്നെ ഈ ഒരു സോയിൽ ക്ലേയിൽ പിടിച്ച് കിട്ടൽ കുറച്ച് ടഫാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ. അതുപോലെ തന്നെ ഞാനിത് യൂട്യൂബ് റെഫർ ചെയ്തിട്ട് ഉണ്ടാക്കിയതല്ല. നോർമലി ഞാൻ അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇത് ഞാൻ എൻ്റെ തന്നെ ഒരു ഐഡിയയിലുള്ള സംഭവം എങ്ങനെ ഉണ്ടാക്കാമെന്ന് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഉണ്ടാക്കിയതാണ്. സോ മെഷർമെൻറ്റൊക്കെ ഞാൻ അപ്പം കയ്യിൽ നിന്ന് ഇട്ടതാണ്. അപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഏകദേശം ആ ഒരു മെഷർമെൻറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റത്തെ ടാസ്ക് ആ ഒരു ക്യൂബ് സെറ്റാക്കി എടുക്കുക. അതിന് വേണ്ടി ബാക്കിയുള്ള ക്ലേയും നേരത്തെ ക്യൂബിന് വേണ്ടി മാറ്റി വെച്ച ക്ലേയും കൂടെ നല്ലതായിരിക്കും മിക്സ് ആക്കി എടുക്കാം. സോ ക്ലേ ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയിലിടയിൽ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കണം. സോ ഞാനിപ്പോൾ ഒരു ഗ്ലൂവിൻ്റെ ബോട്ടലിൽ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ട് അത് ഇടയിലിടയിൽ മിക്സ് ചെയ്തിട്ടാണ് ഒട്ടിക്കാനും കട്ട പിടിച്ച് ലൂസാക്കാനൊക്കെ ആയിട്ട് യൂസ് ആക്കുന്നത്. നെക്സ്റ്റ് ടാസ്ക് ആണ് 4 ഈക്വൽ ഷേപ്പിലുള്ള ക്യൂബ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 9 and 2 സെൻറ്റിമീറ്റർ വരുന്ന ഒരു റെക്റ്റാങ്കുലർ ക്യൂബ് വലുതായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ 4 ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷനും നല്ല രീതിക്ക് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. ഈ സംഭവം കുറച്ചധികം പാടാണ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് സംഭവം സെറ്റാക്കിയത്. പിന്നെ ഈ വീഡിയോ ഏകദേശം 2 മണിക്കൂർ ലെങ്ത് ഉള്ളതാണ്. ഞാൻ ഈ ചുരുക്കി ഈ ഒരു 15 മിനിറ്റിൽ ഒതുക്കുന്നത്. സംഭവം അപ്പോൾ ഭയങ്കര സ്പീഡായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാനും കുറച്ച് ടഫായിരിക്കും. പക്ഷെ അതങ്ങനെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കുമ്പോൾ കറക്റ്റായി കിട്ടും. കാരണം ഈ ഒരു ക്യൂബ് തന്നെ ഞാൻ കുറേ കട്ട് ചെയ്ത് മുറിച്ചാണ് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തത്. പിന്നെ എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു 3 റെക്റ്റാങ്കിൾ പീസസിനെയും കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് ആ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കുന്ന ആ ഒരു പോർഷനാണ്. കുറേ സ്മൂത്ത് ചെയ്ത് ക്ലേയും വെള്ളവും കൂട്ടിക്കുഴച്ചൊക്കെ ഞാൻ ഒട്ടിച്ച് നോക്കി. പക്ഷെ സംഭവം നിൽക്കുന്ന തന്നെ ഇല്ല.
സോ അപ്പോൾ ഇത് കുറേ പണിപ്പെട്ടിട്ടാണ് ആ ഒരു സംഭവമാക്കി മാറ്റിയത്. ഇതിന് ഞാൻ വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതുപോലെ നമ്മൾ ഓൾറെഡി എടുത്ത ആ ഒരു ക്യൂബിൻ്റെ ആ ഒരു 4 ചേർത്ത് വെച്ച ആ ഒരു വലിയ പീസില്ലേ, അത് ഉണ്ടാക്കിയതിന് ശേഷം ഉള്ളിലത്തെ ഭാഗം നമ്മൾ തുറന്നിട്ട് ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു 3 റെക്റ്റാങ്കിൾ പീസും അതുപോലെ തന്നെ 2 സ്ക്വയർ പീസും കൂടെ വേണം ആ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളിതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് സിമൻറ്റ് തേക്കുന്ന പോലെ തേച്ച് ഒട്ടിച്ച് വെള്ളം മിക്സ് ചെയ്ത് അങ്ങനെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് കുറേ പണിപ്പെട്ട് ഞാൻ ഒട്ടിച്ചൊട്ടിച്ച് നോക്കുമ്പോൾ നിൽക്കാണ്ട് വീണ് പോവാണ്. പിന്നെ അതെങ്ങനെയോ കഷ്ടപ്പെട്ടാണ് സംഭവം സെറ്റാക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ക്ലേനെ നമ്മൾ ഇങ്ങനെ ഉരുട്ടി ആ ഒരു നെയ്സ് സ്ട്രിപ്പാക്കിയിട്ട് വെള്ളവും ഒഴിച്ച് അങ്ങനെ ഒട്ടിക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒട്ടിക്കാം. അതിന് കുറച്ച് കഷ്ടപ്പെട്ടാൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ ചെയ്ത ഇതാണ്. പിന്നെയാണ് ഞാൻ ഓർത്തത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ളത്. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ ആ മെത്തേഡ് യൂസ് ആക്കാം. ഞാൻ പിന്നെ ആദ്യം ഈ ഒരു 3 പീസും ഒട്ടിച്ചതിന് ശേഷമാണ് ക്ലേ എടുത്ത് പരത്തിയിട്ട് ആ ഒരു മിനി 2 സ്ക്വയേഴ്സും കൂടെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ 5 പീസസും കൂടെ കട്ട് ചെയ്തിട്ട് ഒപ്പം ജോയിൻ ചെയ്താലും മതി. ഫൈനലി നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ക്യൂബ്സിനെയൊക്കെ കറക്റ്റാണോ സൈസ് ഒന്ന് നോക്കിയിട്ട് നമ്മുടെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന പരുവത്തിലാക്കി എടുക്കണം. സോ എൻ്റെ ക്യൂബ്സൊക്കെ പിന്നെ ഞാൻ നോക്കുമ്പോൾ വലിയ സൈസായിരുന്നു. സംഭവം നമ്മുടെ ആ ഒരു ബോക്സ് ഉണ്ടാക്കി വന്നപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പേസ് കുറഞ്ഞു. അപ്പോൾ എൻ്റെ ക്യൂബ്സ് എല്ലാം ഞാൻ വീണ്ടും കട്ട് ചെയ്ത് സ്മൂത്ത് ചെയ്തിട്ടാണ് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന പരുവത്തിലാക്കി എടുത്തത്. സോ ഈ ഒരു പോർഷൻ ഭയങ്കര ടാസ്ക് ആയിരുന്നു. 4 ക്യൂബിൻ്റെയും 6 സൈഡും നല്ല രീതിക്ക് മുറിച്ച് വീണ്ടും സ്മൂത്ത് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കറക്റ്റ് ആ ഒരു പരുവാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യൂബൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബോക്സിന് ഞാൻ 4 കാൽ കൂടി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇതൊരു 2 ദിവസം ഞാനത് ഡ്രൈ ആകാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. സംഭവം അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ കളറിൽ നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സോയിൽ ക്ലേൻ്റെ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നല്ല രീതിക്ക് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ ഇട്ട് ഉരയ്ക്കാറുണ്ട്. സോ അപ്പം ഞാനും നല്ല രീതിക്ക് ഉരച്ചെടുത്തു. പിന്നെ നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ആകുന്നതിന് മുൻപ് തന്നെ വെള്ളം ഉപയോഗിച്ച് നല്ല രീതിക്ക് സ്മൂത്ത് ചെയ്യുക. അതുപോലെ തന്നെ ബ്രഷൊക്കെ കൊണ്ട് നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ആകാൻ വയ്ക്കുക. പിന്നെ എക്സസ് ആയിട്ടുള്ള പോർഷൻസൊക്കെ നമ്മൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഉരച്ച് കഴിയുമ്പോഴത്തേക്കും മാറിക്കോളും. പിന്നെ ഇത് ഒരയ്ക്കുന്നത് അത്യാവശ്യം ടാസ്ക് ആയിട്ടുള്ള പണി തന്നെയാണ്. നമ്മളതിങ്ങനെ കട്ടിയായിട്ട് കൈ പിടിച്ചൊരയ്ക്കുമ്പോൾ കയ്യും വേദനിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡെസ്ക് മൊത്തം ആ ഒരു മണ്ണിൻ്റെ പൊടി ആവാനുള്ള ചാൻസും ഉണ്ട്. സോ ഫുള്ള് ലാസ്റ്റ് അലങ്കോലായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കലണ്ടർ അടിപൊളിയായിട്ട് സെറ്റാകും. മെയിനായിട്ട് ഈ ഒരു ക്യൂബിൻ്റെ 4 സൈഡും വരയ്ക്കാനാണ്. അത് കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സാൻഡ് പേപ്പർ നല്ല രീതിക്ക് യൂസ്ഫുള്ളാണ്. സോ കംപ്ലീറ്റ്ലി സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഉരച്ചതിന് ശേഷം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. സോ ഇതിന് ശേഷം പെയിൻറ്റിങ് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കിട്ടിയതിന് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടാണ് ജാനുവരിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്തതെന്നുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. സോ ഏകദേശം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള സംഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇങ്ങനെ പെയിൻറ്റിംഗ് എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ്റ് അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പുറത്തത്തെ ഭാഗത്തിന് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്, വൈറ്റ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പിന്നെ ഈ ഒരു ക്യൂബിൻ്റെ സംഭവമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് ഈ ഒരു 4 ക്യൂബിനും ബേസ് കോട്ടായിട്ട് വൈറ്റ് കൊടുക്കുക. പിന്നെ ഞാൻ ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കറും CD മാർക്കറും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലെറ്റേഴ്സും ആ ഒരു നമ്പേഴ്സ് എല്ലാം എഴുതിയിട്ടുള്ളത്. സോ അത് എഴുതുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. നമുക്ക് ടോട്ടലായിട്ട് 4 ക്യൂബ്സാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ക്യൂബാണ് മന്ത്സ് എഴുതാൻ വേണ്ടിയിട്ട്. ടോട്ടലായിട്ട് നമുക്ക് 12 മന്ത്സ് ആണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് 6 സൈഡ് ഉണ്ട് ഒരു ക്യൂബിന്. അപ്പോൾ ഒരു സൈഡ് 2 മന്ത്സ് വെച്ച് എഴുതാം. ഇപ്പോൾ ഇവിടെ ജാൻ എഴുതി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് ഫെബ്, ആ ഒരു സെയിം സൈഡ് തന്നെ തലതിരിച്ച് എഴുതുക. അങ്ങനെ ഞാൻ 12 മാസവും 6 സൈഡിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് ക്യൂബ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്യൂബ് ഡേ ആണ്. സോ ഒരു വീക്കിൽ 7 ദിവസമാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് പക്ഷേ 6 എഴുതാനുള്ള സ്പേസ് എവിടെ ഉള്ളൂ. സോ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ വരെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാറ്റർഡേയുടെ മെയിൽ ഭാഗത്ത് തലതിരിച്ച് ഞാൻ സൺഡേ എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. പിന്നെ ഞാൻ ബാക്കിയുള്ള 2 ക്യൂബ് നമ്പേഴ്സാണ്.
ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സൈഡിൽ എന്താണ് എഴുതേണ്ടതെന്നുള്ളത് ഒരു ഇമേജ് കൊടുക്കാം. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കൂടുതലായിട്ട് അതായിരിക്കും മനസ്സിലാവുക. ടോട്ടലായിട്ട് 2 ക്യൂബ്സിൽ നമ്പർ വേണം. പിന്നെ ഈ ഒരു 2 ക്യൂബ്സ് മാത്രം മതി ഈ ഒരു 12 മന്ത്സിലും 31 വരെയുള്ള എല്ലാ ഡേറ്റും വയ്ക്കാം. നമുക്ക് ടോട്ടലായിട്ട് 1 to 31 മതി. സോ അതിന് ഈ ഒരു 2 ക്യൂബ് മാത്രം കൊണ്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ക്യൂബിൽ 0 to 5 വരെ 0 1 2 3 4 5 അങ്ങനെ 6 സൈഡിൽ ഈ ഒരു 6 നമ്പേഴ്സാണ് വേണ്ടത്. പിന്നെ ഈ ഒരു രണ്ടാമത്തെ ക്യൂബാണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് ഉണ്ടാവുക. ഇതിൽ 6ഉം 9ഉം സെയിം നമ്പർ തന്നെയാണ്. തലതിരിച്ച് വായിക്കുമ്പോൾ 6ഉം അങ്ങോട്ട് തലതിരിച്ച് വായിക്കുമ്പോൾ 9ഉം. അപ്പോൾ ഇതിലുള്ള നമ്പേഴ്സ് 0 1 7 9 or 6 8 2 ഇങ്ങനത്തെ കുറച്ച് നമ്പേഴ്സാണ്. സോ 0 1 2 ഈ 3 നമ്പേഴ്സും 2 ക്യൂബിലും കോമൺ ആണ്. ബാക്കിയുള്ള നമ്പേഴ്സ് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ ഇത് നമുക്ക് തലതിരിച്ച് വരുന്ന സമയത്ത് എല്ലാ ഡേറ്റ്സും കിട്ടും. സോ അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു 3 നമ്പേഴ്സ് മാത്രമാണ് 2 എണ്ണത്തിൽ കോമൺ ആയിട്ട് ഉള്ളത്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂസ് ആവുകയേ ചെയ്യുള്ളൂ. ആ ഒരു ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെയും മനസ്സിലാവും. നെക്സ്റ്റ് ഇതെങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം. പിന്നെ ദിവസം എങ്ങനെ ഡേറ്റ് മാറ്റേണ്ടത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ വെക്കേണ്ടത് മന്തിൻ്റെ പോർഷനാണ്. സോ ഇപ്പോൾ ഏപ്രിൽ ആയതുകൊണ്ട് തന്നെ ഏപ്രിൽ മേലെ വരുന്ന രീതിക്ക് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ഫ്രണ്ടിൽ ആ ഒരു ഫ്രൈ എഴുതിയത് വരുന്ന രീതിക്ക് വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഡേറ്റ് കൺഫ്യൂസ് ആവുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് പറഞ്ഞുതരാം. ഇപ്പോൾ 1-ാം തീയതി ആണെങ്കിൽ ഫസ്റ്റ് 0യും സെക്കൻഡിൽ 1 വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം. പിന്നെ 2-ാം തീയതി ആണെങ്കിൽ ആ 0 മാറ്റേണ്ട ആവശ്യമില്ല. 2 3 4 5 അതങ്ങനെ നമുക്ക് വയ്ക്കാം. പിന്നെ അടുത്തത് 6-ാം തീയതിക്ക് ഇപ്പുറത്തെ ക്യൂബിൽ 0 വെച്ചതിന് ശേഷം ഇതിലത്തെ 6 എടുത്ത് വയ്ക്കാം. 6 7 8 9 നമുക്ക് 6നെ വീണ്ടും തലതിരിച്ചാൽ 9 കിട്ടും. പിന്നെ 10 ആവുന്ന സമയത്ത് 1 അപ്പുറത്ത് വെച്ചിട്ട് ഇതിൽ 0 ആക്കാം. അങ്ങനെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോവാം. അങ്ങനെ നമുക്ക് ഈ ഒരു 31 വരെയുള്ള എല്ലാ ഡേറ്റും കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ ഒരു സെറ്റപ്പ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതുകൊണ്ട് എല്ലാ ഡേറ്റും കിട്ടില്ല, ഇനിയും പുതിയ ക്യൂബ്സ് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഞാൻ അത് പെയിൻറ്റ് ചെയ്യുമ്പോഴാണ് റിയലൈസ് ചെയ്തത് ഈ ഒരു 2 ക്യൂബ് കൊണ്ട് നമുക്ക് 31 വരെയുള്ള എല്ലാ ഡേറ്റും കിട്ടും എന്നുള്ള സത്യം. പിന്നെ നമുക്ക് ദിവസവും ഡേയും ഡേറ്റും മാത്രം മാറ്റിയാൽ മതി. മന്ത് പിന്നെ ഒരു മാസം കൂടുമ്പോൾ മാറ്റിയാൽ മതിയല്ലോ. സോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എന്നുള്ള കാര്യം കമൻ്റ് ആക്കുക. കാരണം എനിക്ക് എങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടാക്കുന്നത് എന്നുള്ള സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയത്തില്ല. എനിക്ക് അറിയുന്ന പോലെ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോകളിൽ കൂടുതലായിട്ടും ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ആക്കാൻ വേണ്ടി മറക്കണ്ട. ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.